പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്ലവർ സീരീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവർ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ലൈറ്റ് പിങ്കിന് വേണ്ടി ഞാനിവിടെ ക്രിംസൺ ലേക്കിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്ലൗഡ്സ് വരയ്ക്കാൻ വേണ്ടി ഈ ലൈറ്റ് ബ്ലൂ ഷെയ്ഡും പിങ്കും കൂടെ മിക്സ് ചെയ്ത് ചെറിയൊരു വയലറ്റ് ഷെയ്ഡാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് ക്ലൗഡ്സ് വരയ്ക്കാം. ഇനി നമുക്ക് താഴെയുള്ള ആ ഒരു ഗ്രീനറി പോർഷൻ വരയ്ക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ലെമൺ യെല്ലോയും ലൈറ്റ് ഗ്രീനും പിന്നെ ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡുമാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് മൗണ്ടൻസ് വരയ്ക്കാം. മൗണ്ടൻസ് വരയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ബേൺ സിയന എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബേൺ സിയന ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബേൺ അംബർ എന്ന് പറഞ്ഞ ഷെയ്ഡ് വെച്ചിട്ട് അതിൻ്റെ താഴത്തെ ഭാഗത്ത് കുറച്ച് ഡെൻസ് ഫീലിംഗ് കൊടുക്കാൻ വേണ്ടി താഴത്തെ ഭാഗത്ത് മാത്രം ബേൺ സിയന എന്ന് പറഞ്ഞ ഷെയ്ഡ് ചേർത്ത് രണ്ട് കളേഴ്സും കൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. വൺസ് പ്രോപ്പർ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മൗണ്ടൻ്റെ മിഡിൽ പോർഷനായിട്ട് കുറച്ച് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കൊടുക്കണം. നമ്മൾ വെളിച്ചം തട്ടുന്ന ഭാഗത്ത് മൗണ്ടൻസിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് ലൈറ്റ് ഷെയ്ഡാവും. അപ്പോൾ അതിന് വേണ്ടിയാണ് ആ ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ ഇട്ട ശേഷം നമുക്ക് ഓരോ പെറ്റൽസിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അങ്ങനെ ഫില്ല് ചെയ്താലാണ് അതിന് ശേഷം അതിൽ ആഡ് ചെയ്യുന്ന കളേഴ്സും ഒക്കെ നല്ല വൈബ്രൻ്റായിട്ട് എടുത്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്ലവറിന് നമ്മളൊരു ക്രിംസൺ ലേക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മജന്ത കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രിംസൺ ലേക്ക് ഇല്ലെങ്കിൽ മജന്ത ഷെയ്ഡ് ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം ഞാൻ ആ പെറ്റൽസിനൊക്കെ ആ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഓരോ പെറ്റൽസിനും നമുക്ക് ഡീറ്റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ക്രിംസൺ ലേക്ക് ഷെയ്ഡിൽ ചെറുതായിട്ട് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് പെറ്റലിൻ്റെ ബേസ് കൊടുക്കുകയാണ്. അതിനുശേഷം ഏതെങ്കിലും തിൻ ലൈനർ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഓരോ പെറ്റൽസിനും ഡീറ്റെയിലിംഗ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഏത് റെഫറൻസ് ഇമേജാണ് നോക്കി വരയ്ക്കുന്നത് ആ ഓരോ പെറ്റൽസിന് എന്തൊക്കെ ഡീറ്റെയിലിംഗ് ഉണ്ടോ അതൊക്കെ വൺ ബൈ ആഡ് ചെയ്യണം. എല്ലാ പെറ്റൽസിനും അങ്ങനെ ആഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമുക്ക് അടുത്ത പെറ്റലിൽ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത പെറ്റലിൽ ഞാൻ ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ലൈറ്റ് അടിക്കുമ്പോൾ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ആ പെറ്റൽസിന് ചെറിയൊരു മഞ്ഞ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരും. അതുകൊണ്ട് ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡും കൂടെ ഞാൻ പെറ്റൽസിന് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ പെറ്റൽസും നമുക്ക് ഫിനിഷ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു തണ്ട് ഭാഗം നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ സാപ്പ് ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. സാപ്പ് ഗ്രീനും യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലീഫ് ഗ്രീനും യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം ഞാനിവിടെ ലീഫ് ഗ്രീൻ വെച്ചിട്ട് ബേസ് ഫില്ല് ചെയ്ത ശേഷം ഡാർക്കർ പോർഷൻ സാപ്പ് ഗ്രീൻ കൊണ്ട് ജസ്റ്റ് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ആ തണ്ടും കൂടെ നമുക്ക് വരച്ചു കൊടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ സാപ്പ് ഗ്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം തണ്ടിൻ്റെ സൈഡിലായിട്ട് ലീഫ് ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ താഴത്തെയുള്ള ആ ഒരു ഗ്രീൻ ഫീൽഡ് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ദൂരെയുള്ള ഭാഗത്ത് ആ ഒരു പിങ്ക് ഷെയ്ഡുള്ള പൂക്കൾ കുറേ ഉള്ള പോലെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തുള്ള ഭാഗം വരുമ്പോൾ അകത്തിയാണ് ഡോട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ ഗ്രാസ് ലാൻഡിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ഡെപ്ത് തോന്നിക്കാൻ വേണ്ടി ആ ഗ്രീൻ ഷെയ്ഡ് അവിടെ ഇവിടെയും ജസ്റ്റ് ഒന്ന് ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഫ്ലവറിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഒരു സൂര്യപ്രകാശം അടിക്കുന്ന പോലെ തോന്നിക്കാൻ വേണ്ടി നന്നായിട്ട് വൈറ്റ് കളർ ഫില്ല് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഏതെങ്കിലും തിൻ ഡീറ്റെയിലിംഗ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് റേസ് അടിക്കുന്ന പോലെ സൂര്യരശ്മികൾ അടിക്കുന്ന പോലെ ജസ്റ്റ് ഒരു വര പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിലിംഗ് ബ്രഷ് വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതേപോലെ ഈ തണ്ടിൻ്റെ ഭാഗത്തും ഒക്കെ ചെറുതായിട്ട് ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നിക്കാൻ വേണ്ടി ജസ്റ്റ് ആ ഒരു വൈറ്റ് പെയിൻറ്റ് വെച്ച് തന്നെ ജസ്റ്റ് ഒരു ലൈൻ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള ക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.